കാനൂ യക്ദിബൂൻ. കളവ തശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്ദിബൂൻ. أيديهم وتشهد أرجلهم بما كانوا يكذبون. കളവ പറഞ്ഞതിന്റെ സാക്ഷ്യം യക്ദിബൂൻ. ബിമാ കാനൂ യക്ദിബൂൻ. കളവ പറഞ്ഞതിന്റെ സാക്ഷ്യം സംസാരിക്കുന്നതാരാണ്? കൈ സംസാരിക്കുന്ന കാലമാണ്. നിന്റെ നാവ് കൊണ്ട് വളവ് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചുകൂടാ. കൈ സംസാരിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചുകൂടാ. നിന്റെ നാവ് കൊണ്ട് വളവ് പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചുകൂടാ. കൈ സംസാരിക്കുന്ന കാലമാണ്. നിന്ന് കെട്ടിയത് അള്ളാഹ് എന്ന കാലുകൊണ്ടല്ലേ? ആ കാല് സാക്ഷി നിൽക്കും. ഞങ്ങൾ ഏതോ താല്പര്യത്തിന് SSFകാരുടെ പരിപാടി എതിർക്കാനാണ് റസൂലുള്ളാഹിന്റെ മുടിയെക്കുറിച്ച് ആരോപണം എഴുതി കെട്ടിയതെന്ന് കാല് സംസാരിക്കൂലേ ചെറുപ്പക്കാരാ? ഞാനിത് പറയുമ്പോൾ ഞാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ ഷഅർ മുബാറക് കണ്ടാളും, ഞാനിത് പറയുമ്പോൾ ഞാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ആ ഷഅർ മുബാറക് കണ്ടാളും, അതിന്റെ പരമ്പര കണ്ടയാളും, ആ സർട്ടിഫിക്കറ്റ് കണ്ടയാളും അവിടുന്ന് ഒരു സംഖ്യ പോലും വാങ്ങിയിട്ടില്ല എന്ന് 100% ഉറപ്പുള്ള ആളുമാണ്. പോലും വാങ്ങിയിട്ടില്ല, അവിടുന്ന് ഒരു സംഖ്യ പോലും വാങ്ങിയിട്ടില്ല എന്ന് 100% ഉറപ്പുള്ള ആളുമാണ്. എനിക്ക് സംഘടനാപരമായും അതുപോലെ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പ്രാസ്ഥാനികമായും ഇത് പറയാൻ ഔദ്യോഗികതയുള്ളതാണ്. കൂടുതലുള്ളവർ അദ്ദേഹത്തിന്റെ സ്വന്തം വകയിലും മാതാപിതാക്കളും മക്കളും ഭാര്യ ഭർത്താക്കളും ഇങ്ങനെ തരുന്നവരുണ്ട്. ചിലർ ആ പള്ളിയിൽ ഒരാൾക്ക് നിസ്കരിക്കാനുള്ള ചെറിയ ഒരു മുസല്ല സ്ഥലം, മുസല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന മുസല്ല കാർപ്പറ്റിലുള്ളതല്ല, മുസല്ല എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന മുസല്ല കാർപ്പറ്റിലുള്ളതല്ല. ആ സ്ഥലത്തിന് 25,000 രൂപ കണക്കാക്കി അങ്ങനെ 1-നും 2-നുമൊക്കെ തരുന്നവർ രൂപ കണക്കാക്കി അങ്ങനെ 1-നും 2-നുമൊക്കെ തരുന്നവർ രൂപ കണക്കാക്കി അങ്ങനെ 1-നും 2-നുമൊക്കെ തരുന്നവർ ഉണ്ട്. അങ്ങനെ അൽഹംദുലില്ലാഹ് സാധുക്കളായ ജനങ്ങൾ, പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾ, സാധുക്കൾ, വളരെ സാധുക്കൾ ഒരു കൂപ്പൺ വാങ്ങുകയാണ്. ഒരു കൂപ്പൺ വാങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെയുള്ള സാധുക്കളുടെ സഹായത്തോടെ, പാവപ്പെട്ടവരുടെ സഹായത്തോടെ അവിടെ ഒരാളുടെ കയ്യിൽ നിന്നും മുടിയിട്ട വെള്ളത്തിന് പൈസ വാങ്ങിയിട്ടില്ല. മുടിയിട്ട വെള്ളത്തിന് പൈസ വാങ്ങിയിട്ടില്ല. കയ്യിൽ നിന്നും മുടിയിട്ട വെള്ളത്തിന് പൈസ വാങ്ങിയിട്ടില്ല. എന്നിട്ട് അയാളെ എങ്ങനെ ഓതിയത്? അത് ചെയ്യിപ്പിച്ച പടച്ചവനാണ് ചെയ്യിപ്പിച്ചാണ്. അവിടെ ഖദീബൂന്നല്ലല്ലോ. എന്നിട്ട് അത് ചെയ്ത് കണ്ടില്ലേ? അവിടെ വെച്ച് പിടിച്ചു പഠിച്ചോ. ജനങ്ങളെ, SSFകാരെ, നിങ്ങൾ ചിന്തിക്കുക, അല്പെങ്കിലും ചിന്തിച്ചോ. സൂറത്ത് യാസിൻ അയാളുടെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം അയാൾ ഓതിയിട്ടുണ്ടാവും? നമ്മൾ ആലോചിച്ചൊക്കെ. ഖുർആന് നമ്മളിപ്പോൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആൻ ഏത് ഭാഗത്തിനേക്കാൾ എത്രയേ കൂടുതൽ സൂറത്ത് യാസിൻ ഓതിയിട്ടുണ്ടാവും. എന്നിട്ട് അവിടെ വെച്ചിട്ട് യക്ദിബൂൻ എന്നാണ് പറഞ്ഞിരിക്കുക. അതന്നെ അതന്നെ ഈ പറഞ്ഞത്, ഞാനിപ്പോ ഈ പറഞ്ഞത്, മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് കളവാണെന്നാണ് പറയാണേ. അതുകൊണ്ട് ചിന്തിക്കുക, SSFകാർ ചിന്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.